എസ് ഗാർഡനിൽ സ്വാഗതം. ഞാൻ നിൽക്കുന്ന ഒരു പേരക്കയുടെ ഒരു തോട്ടത്തിലാണ് കേട്ടോ. ഇത് കൃഷിയായിട്ട് ചെയ്യുന്നതാണ്. നോർമൽ നമ്മുടെ വീട്ടിലത്തെ പേരക്കല്ല. ഇത് കണ്ട, ഇത് വലിപ്പം കണ്ട, തൈ കണ്ട എത്ര ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു തൈ നമ്മൾ പ്രൂൺ ചെയ്തിട്ടാണ് ഇതുപോലെ ആക്കുന്നത്. നിറയുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, നമുക്ക് നിറയെ പേരക്കയാണ്. ചെറിയ ചെറിയ തൈകളാണ്, പക്ഷെ നിറയെ ഉണ്ടായി നിൽക്കണ്ടോ. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ വലിയ മരങ്ങളല്ല. എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ മരത്തുമ്മേ അത് പ്രൂൺ ചെയ്ത് ഈ വലുപ്പത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഒരുപാട് വലിയ മരമായിട്ട് ഇത് വളരില്ല. അത് കട്ട് ചെയ്ത് അവർ ഇതുപോലെ ആക്കിയെടുത്തേക്കാണ്. നിറയെ തോട്ടങ്ങളുണ്ട് കണ്ടോ. ഇതെല്ലാം ഈ പേരക്കയുടെ തോട്ടം. ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും വരണത്. ഇവിടെ നിന്നാണ് പേരക്ക വരണത് കണ്ടോ. ഓക്കെ, ചെറിയ തൈയാണ്, വലിയ വലിപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വെച്ചാൽ വലിയ പേരമരത്തുമ്മയാണ് ഇതൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇതൊക്കെ ഇവിടെ ചെറിയ ചെറിയ മരങ്ങളിനെ നിറയെ ഉണ്ടായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ നോക്കൂ കണ്ടോ, എന്ത് രസമായിട്ടാണ് ഉണ്ടായി നിൽക്കണേ. അപ്പോൾ നമ്മൾ ശരിക്കും പറയാൻ വെച്ചാൽ ഇതുപോലെയാണ് പേര തൈയൊക്കെ നമുക്ക് വളർത്തേണ്ടത്. അത് വലിയ മരമായിട്ട് അതൊന്നും പറിക്കാനൊന്നും നമ്മൾ നോക്കണ്ട. നമുക്കിതൊക്കെ എന്ന് പറഞ്ഞാൽ 1 വർഷം 2 വർഷം ആകുമ്പോഴേക്കും ഇത് കായായി കിട്ടും. ഇതുപോലത്തെ ബഡ് ചെയ്തിട്ടുള്ള തൈകൾ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാറുണ്ട്. അത്ര ചെറിയ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ പറിച്ച് പൊട്ടിക്കാൻ പറ്റാവുന്ന അത്ര ഹൈറ്റുള്ളത്. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ പേരക്കായൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഇതുപോലത്തെ ചെറിയ തൈകൾ, ബഡ്ഡിങ് തൈകൾ വെച്ച് പ്രൂൺ ചെയ്ത് ഇതുപോലെ ആക്കണം. അപ്പോഴാണ് നമുക്ക് ഈ വലുപ്പത്തിൽ പൊട്ടിക്കാനും കഴിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.